റേഷൻ മസ്റ്ററിംഗിലെ സാങ്കേതിക പ്രശ്നം ഭാഗികമായി പരിഹരിച്ചു. നാളെയും മറ്റന്നാളും മഞ്ഞ കാർഡുകൾക്ക് മാത്രമേ മസ്റ്ററിംഗ് ഉണ്ടാകുകയുള്ളൂവെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു. നിർദ്ദേശം ലംഘിച്ച് അരി വിതരണം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് രാവിലെ 8 മണി മുതൽ മസ്റ്ററിംഗ് ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം നൽകിയ അറിയിപ്പ്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരാളുടെ മസ്റ്ററിംഗ് പോലും നടത്താനായില്ല. സാങ്കേതിക പ്രശ്നമാണെന്നും ഇന്ന് മഞ്ഞ കാർഡുകൾ മാത്രമേ മസ്റ്റർ ചെയ്യൂ എന്നും പിന്നാലെ മന്ത്രി GR അനിൽ അറിയിച്ചു. മണിക്കൂറുകളായി കാത്തുനിന്ന പിങ്ക് കാർഡുടമകൾ ഇതിനോട് രൂക്ഷ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഞാൻ 7 മണിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 7 മണിക്കാണ് വോട്ട് മറ്റേ കടൽപ്പണിയാണ് ഞങ്ങൾ 6 ദിവസം കഴിഞ്ഞിട്ടാണ് വരത്ത്. അതിന് വേണ്ടിയിട്ട് വന്നാണ് ഇവിടെ ലീവാക്കിയിട്ട്. രണ്ട് കാലിനും ഇത് ഇട്ട് എങ്ങേറ്റ് വന്ന് കുത്തിരിക്കാൻ ഞാൻ എൻ്റെ കഷ്ടപ്പാട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് ചോദിച്ചാൽ കുത്തിരിക്കും. പട്ടിണി എടുത്തോണ്ട് നമ്മൾ 4 മണിയിൽ എങ്ങനെ ദ്രോഹം ചെയ്യരുത്. പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പം അതൊരു ഔദാര്യമായി കൊടുക്കുന്ന രീതിയിലാവരുതല്ലോ. ഇപ്പൊ 10 പറയാണ് പിങ്ക് കാർഡിനില്ല മഞ്ഞ കാർഡിന്. ഇതൊരു മര്യാദയുള്ള വർത്താനല്ല. പാവങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ മനക്കെട്ട് പോണേനി. ഇതിപ്പോ ഒരിക്കൽ എല്ലാവരും വണ്ടി പിടിച്ച് കാല് വയ്യാത്തവര് കണ്ണു വയ്യാത്തവര് വരുമ്പോഴത്തേക്ക് അവര് ഇപ്പൊ ഇല്ല പിന്നെ വരാൻ പറയും. ഉച്ചയോടെ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. ഇന്ന് 1,76,408 പേരുടെ മസ്റ്ററിംഗ് നടത്തിയെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ കണക്ക്. മസ്റ്ററിംഗ് ദിവസം അരി വിതരണം പാടില്ലെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. ചില റേഷൻ വ്യാപാരികൾ അരി വിതരണം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തി. ഇന്ന് നമ്മൾ ഭക്ഷ്യധാന്യ വിതരണം ഒഴിവാക്കണമെന്നാണ് നേരത്തെ നിർദ്ദേശിച്ചത്. 2,470 പേർക്ക് അരി വിതരണം നടത്തിയിരിക്കുകയാണ്. 70 കാർഡുകാർക്ക് രാവിലെ തന്നെ തുടങ്ങുമ്പോൾ തന്നെ അരി വിതരണം കൂടെ അതിനോടൊപ്പം നടത്തി. അപ്പോൾ ഇത് എങ്ങനെയും നാശമാക്കുക എന്നുള്ള ആഗ്രഹവും ലക്ഷ്യവും അപൂർവം ചില ആളുകൾക്കുണ്ട്. നാളെയും മറ്റന്നാളും മഞ്ഞ കാർഡിന് മാത്രമേ മസ്റ്ററിംഗ് ഉണ്ടാകൂ. പിങ്ക് കാർഡുടമകളുടെ മസ്റ്ററിംഗ് തീയതി പിന്നീട് അറിയിക്കും. മാർച്ച് 31-നകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് നിർബന്ധമില്ലെന്നും മന്ത്രി പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.